ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സാൻഡ് പോലെ നല്ല ഒരു മണൽത്തരി പോലെയുള്ള ഒരു പ്രത്യേകതര ഒരു പേപ്പറാണിത്. അല്ലാതെ ഗ്ലിറ്റർ പേപ്പർ അല്ല കേട്ടോ, ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ല ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വീഡിയോയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, കാരണം അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. എന്നാലും ഇത് ആ ഒരു ടൈപ്പിലുള്ള ഒരു ഷീറ്റാണ്. അപ്പം ഞാനിത് ആദ്യം ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വരച്ചെടുക്കാനായിട്ട് അതിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലവർ കട്ടിങ് ഞാനിതാ ഇതുപോലെ ആ ഷീറ്റിൻ്റെ മുകൾ വശം എന്ന് പറഞ്ഞാൽ അടിവശത്ത്, അതായത് നല്ല വശത്തല്ലാതെ ബാക്ക് വശത്താണ് ഞാൻ ഈ ഒരു ഇത് വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതില്ലെങ്കിലും നമുക്ക് മഷി കഴിഞ്ഞ പേനയോ അങ്ങനെയൊക്കെ ആ നിബൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുത്തനെ പിടിക്കാതെ ഒന്ന് ചരിച്ച് വേണം കേട്ടോ നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 3 ഫ്ലവേഴ്സാണ് വേണ്ടത്. ഈ ഒരു ഡിസൈനിലുള്ള 3 ഫ്ലവേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ഇനി ഈ ഒരു നമ്മളിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സാധാരണ നമ്മുടെ സിസേഴ്സ് വെച്ചല്ലാതെയും നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ സോൾഡറിങ് മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും കട്ട് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ആകെ ഒരു 3 ഫ്ലവേഴ്സ് അല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇനി ഞാനിപ്പോൾ സോൾഡറിങ് മെഷീൻ ഇതേപോലെ ഓണാക്കി അത് ചൂടായി അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പെട്ടെന്ന് ഈ നമ്മുടെ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ വേഗം ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. നമുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോൾഡറിങ് മെഷീനാണ് ഏറ്റവും നല്ലത്. കാരണം കുറേ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണ സമയമൊന്നും അത്രയ്ക്കൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മളിത് പ്ലഗിൽ നിന്ന് ഊരി വീണ്ടും നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ അതും നമുക്ക് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ രണ്ടും കൂടി പെട്ടെന്ന് പിന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും മറ്റത് ചൂട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ ഇതുപോലെ ഓരോരോ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഓരോ കുനുപ്പ് ഭാഗത്ത് ഇതുപോലെ ഓരോ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഇപ്പോൾ ഇവിടെ 3 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് 3 ഫ്ലവർ മതി. പിന്നെ ഒരു കുഞ്ഞ് 2 ഫ്ലവർ കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഒരു പ്ലൈവുഡോ അങ്ങനെ എന്തൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റെൻസിലാണ്. അപ്പോൾ അതും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 ഇതളുള്ള ഒരു ചെറിയൊരു ഫ്ലവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനും ഇതുപോലെ തന്നെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലവേഴ്സിൻ്റെ ഒരാവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതിന് മുൻപായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ലീഫുകൾ ചെയ്തെടുക്കണം. ഒരു 2 ലീഫ് കൂടിയും വേണം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഇത് വന്നിട്ട് ചെയ്തിട്ടുള്ളത് ഒരു തിന്നായിട്ടുള്ള കമ്പിയിലാണ് നമ്മുടെ 2 ബീഡ്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും എത്രത്തോളം തിന്നായ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു 2 ബീഡാണ് ഞാൻ വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹോൾ വളരെ കുറവാണ് കേട്ടോ, ചെറിയൊരു ഹോളാണ്. അപ്പം അത് ഈ കമ്പിയിലേ കയറത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ഈ കമ്പിയിലോട്ട് ഒരു 8 എണ്ണം ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. 8 എണ്ണം. നിങ്ങൾക്ക് ഇപ്പോൾ വലിപ്പം കൂടുതൽ വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണങ്ങൾ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഏറ്റവും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ മുത്തുകളുടെ എണ്ണം കുറച്ചും കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 8 ആ ഒരു മുത്ത് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിനെ അതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നീളമുള്ള കമ്പിയിൽ തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു 8 എന്താ പറയുക നമ്മുടെ 2 ബീഡ്സ് കോർത്തെടുക്കാം. ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ കളറ് ബ്ലാക്കും സിൽവറും വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഞാൻ വീണ്ടും ഈ ഒരു 8 എന്താ ഇവിടെ വീണ്ടും കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിനെ ഇതേപോലെ ക്രോസ് ആക്കി വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എത്രത്തോളം നമ്മുടെ ആ ഒരു ലെങ്ത്ത് വേണമെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അതിനെതാ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക ഒരു ലീഫ് പോലെ. എന്നിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടിയും ചെയ്തെടുക്കാനായിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല ഭംഗിയിലുള്ള ഒരു ലീഫ് പോലെ നമുക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലും ഷേപ്പിന് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ ഷേപ്പിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിതാ വീണ്ടും അതേപോലെ ഒരു 8 നമ്മുടെ 2 ബീഡ്സ് വെച്ചിട്ട് വീണ്ടും ഒരു ലീഫ് കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കോർത്തെടുത്തു. അതിനിതാ ഒന്ന് വളച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമുക്കിവിടെ 3 ലീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 3 എണ്ണം കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ലെങ്ത്ത് ഉള്ളതിന് ഞാനൊന്ന് സെൻറ്റർ വശത്താക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എന്താ അതിനെ ഒന്ന് സെൻറ്റർ വശത്ത് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ നോക്കിയേ നമുക്ക് നല്ല ആ ഓർഡർ ഷേപ്പിൽ നമുക്ക് ഒരു ലീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ കുറച്ച് ലീഫുകൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലെങ്ത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ലെങ്ത്തുള്ള കമ്പിയിൽ ഇതേപോലെ എന്താ പറയുക 2 ബീഡ്സ് കോർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ലത് ഭംഗിയിൽ ഉള്ള ലീഫുകൾ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഇതാ ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോം ഷീറ്റിനെ അയൺ ബോക്സ് ഇപ്പോൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ അടിവശമാണ് ഇതാണ് നല്ല വശം. കണ്ടില്ലേ ഒരു ഗ്ലിറ്റർ ഒരു ഇതുണ്ട് ഷൈനിങ് ഉണ്ട്. ഇത് ഷൈനിങ് ഇല്ലാത്ത വശമാണ്. അപ്പോൾ ആ ഷൈനിങ് ഇല്ലാത്ത വശം നമ്മൾ ആ അയൺ ബോക്സിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കൈ പൊള്ളൊന്നുമില്ല. അല്ലാതെ ഇസ്തിരിപ്പെട്ടിടം സൈഡിലൊക്കെ കൊണ്ടുവരാണ് കൈ പൊള്ളത്തുള്ളൂ. ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുമ്പോൾ കണ്ടില്ല ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണത്. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാൻ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. എന്താണ് ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്. അതായത് ആ ഓരോ ലീഫിൻ്റെ ഇടയിൽ കൂടെയും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അതേപോലെ ഫസ്റ്റ് കാണുന്ന ആ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പിപ്സ് ഉണ്ടല്ലോ സിൽവർ കളറിലുള്ള പിപ്സ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേറൊരു ഫ്ലവർ എടുത്തു. എന്നിട്ട് ആ മൊത്തം വെച്ച് കൊടുത്ത ആ ഫ്ലവറിനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വീണ്ടും മൂന്നാമത്തെ ഫ്ലവറിൻ്റെ അടിവശത്തും ഇതേപോലെ അടിവശത്തല്ല മുകൾ വശത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ 2 ഫ്ലവറും കൂടിയുള്ള ഒറ്റ ഫ്ലവറിന് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ടും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് കറക്റ്റ് ആ ഷേപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതളുകൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിവിടെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളിതിനെ ആ അലിഗേറ്റർ ക്ലിപ്പിലോട്ട് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അലിഗേറ്റർ ക്ലിപ്പിലാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ സ്റ്റോണ്. സിൽവർ കളറിൽ വരുന്ന ഫ്രെയിമുള്ള ഒരു സ്റ്റോണാണിത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ ആ 2 ഹോൾ കൂടെ ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് സാധാരണ ഒന്ന് കമ്പികളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അടിയിലോട്ട് കമ്പി വലിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ 3 ഫ്ലവറിലും ഞാൻ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു എന്താ പറയുക സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സ്റ്റോൺ വെച്ച് കൊടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ആ സ്റ്റോണിൻ്റെ ബാക്കിൽ ഹോൾ വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള, കുറച്ച് റേറ്റ് കൂടുതലാണ് അതിന്. ഇതുപോലെ നമ്മളൊന്നുകൂടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി എത്രത്തോളം നമുക്ക് ആ ഫ്ലവറിന് ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് ആ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തോടെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതന്നെ കിട്ടും കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ട് ഓരോ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ ആ സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് പല രീതിയിലും പല ഭംഗിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ മാത്രമാണ് തരുന്നത്. കാരണം ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഏത് ഡിസൈൻ ഒന്ന് കണ്ടാലും കൂടി നമുക്ക് അതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതുപോലുള്ള ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഒരു കോയിൻ വലുപ്പത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ലോങ് ആയിട്ട് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ അലിഗേറ്റർ ക്ലിപ്പിനെ ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിയിട്ടുണ്ടാവും. ഇനി മറ്റേ ഒരു ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെയാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്ത് ഞാനിതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ലീഫ് ഉണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ ലീഫ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ലീഫിന് ഞാനൊന്ന് കട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അത് വെക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ആ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഈ ലീഫിന് ഒരു ലീഫ് കൂടി ഉണ്ടല്ലോ. നമ്മൾ മൊത്തം 3 ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 വലിയ ലീഫും ഒരു കുഞ്ഞ് ചെറിയ ലീഫും. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ വെച്ചുകൊടുക്കാൻ അതിന് മുന്നേ ഞാൻ ഈ ഒരു നമ്മളുടെ ക്രിസ്റ്റൽ വെച്ചിട്ടും ഇതുപോലെ ഒരു ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ആ കുഞ്ഞ് ഫ്ലവറിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിൽ ഞാനിപ്പോൾ ആ ഒരു നമ്മുടെ ലീഫ് ഉണ്ടല്ലോ, ബാക്കി വരുന്ന ഒരു ലീഫ് കൂടി ഉണ്ട്. അപ്പോൾ ആ ലീഫിന് ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ഫ്ലവറിനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ കമ്പികളുടെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ ഫ്ലവറിനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവമൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയവും വേണം കേട്ടോ, നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിനെയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗ്ലൂ ഒന്ന് അവിടെ ഒരു ഗ്യാപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു വലിയൊരു വലിയ ഫ്ലവറല്ല, നമ്മൾ കുഞ്ഞതിലുണ്ടാക്കിയാൽ ഏറ്റവും വലിയ ഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ 3 ക്രിസ്റ്റലും അതേപോലെ ഒരു ഫ്ലവറും വെച്ചിട്ട് ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്യണേ. അപ്പോൾ ഇത്ര ലെങ്ത് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. കണ്ടില്ലേ? ഇനി ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ നമ്മുടെ പിപ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്യാനായിട്ട് പിപ്സ് നമ്മളിപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പിപ്സിനെ ഞാനിതാ ഇവിടെയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ
ഇനി അടുത്തത് നമ്മുടെ ആ പിപ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ കളറിലുള്ള പിപ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ചുറ്റും ഫുൾ വശവും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. കൈ പൊള്ളുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മളുടെ ആ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പിപ്സൊക്കെ ബാക്കി വരുന്ന ഓരോ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെ കൂടി ഞാൻ ഈ ഒരു കുഞ്ഞ് ഫ്ലവറിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ബാക്കി വരുന്ന ഭാഗത്തൊന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറിനെ അതിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ മറ്റേ പിപ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കി വരുന്ന ഓരോ ഗ്യാപ്പിൽ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കി ഒരു ലീഫ് കൂടി ഉണ്ട്. ആ ലീഫിന് ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഞാൻ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ആ ലീഫിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ലീഫുകൾ മൊത്തം കഴിഞ്ഞു കേട്ടോ. ഈ ലീഫുകളൊന്നും വെക്കാനായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഈ ഒരു പിപ്സുകളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പിപ്സുകളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബാക്കി വരുന്ന ഭാഗത്ത് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആ പിപ്സുകൾ ഓരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അതുപോലെ എവിടേക്കാണോ നമുക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് ആ ഭാഗത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും കാണാനായിട്ട് ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ കുറച്ചുകൂടി നല്ല ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പിപ്സുകളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. അപ്പോഴും കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്ലവർ. നമ്മുടെ ഈ ഫ്ലവർ കട്ട് ചെയ്യുന്നത് ഇതേപോലെയാണ്. ഏകദേശം ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് കുറച്ച് നല്ല ലെങ്ത്ത് ഒന്നും വേണ്ട. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ ഓരോന്ന് തനിയെ കിട്ടും. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഗ്ലൂ കുറച്ച് നല്ല അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ ഒട്ടി നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ വേഗം പോരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതാവുമ്പോൾ നല്ലതുപോലെ അവിടെ ഒട്ടി നിൽക്കും, പോരില്ല കേട്ടോ. കാരണം ഇത്രയും ഉറപ്പിച്ച് പറയാനായിട്ട് എൻ്റെ മോള് ഇതൊക്കെ നല്ലതുപോലെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എത്രയോ തവണ ഇപ്പോഴും കേടുവരാതെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത് നമുക്ക് വലിയവർക്കും ചെറിയവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുക്കാം. വലിയവരാണെങ്കിൽ നമുക്ക് ഈ ഒരെണ്ണം മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടുക കേട്ടോ. ഞാനും ഇതുപോലെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോന്ന് ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.